അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നുമക്കളെ, എന്തൊക്കെ വർത്തമാനങ്ങൾ? റാഹത്തനല്ലേ? വീട്ടിലൊക്കെ സുഖല്ലേ? ഇന്ന് ഡിസംബർ 1-ാം തീയതി അല്ലേ? ഇനി കൃത്യം നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് വെറും 1.5 മാസം അല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചില പാഠങ്ങളൊക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠം 23-ാമത്തെ പാഠം സക്കാത്തുൽ ബദൻ. ഓക്കെ, ഈ സക്കാത്തുൽ ബദനിന് സക്കാത്തുൽ ഫിത്ർ എന്നും പേരുണ്ട്. ഓക്കെ, സക്കാത്ത് 2 ഇനമാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. സക്കാത്ത് 2 ഇനാണ് അല്ലേ? സക്കാത്തുൽ മാലും ഉണ്ട്, സക്കാത്തുൽ ബദനും ഉണ്ട്. സക്കാത്തുൽ മാലും ഉണ്ട്, സക്കാത്തുൽ ബദനും ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കാവുന്നത് സക്കാത്തുൽ ബദനാണ്. സക്കാത്തുൽ മാല് മുമ്പത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സക്കാത്തുൽ ബദൻ നമുക്ക് എന്തൊക്കെ നോക്കാം ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് അത് കൊടുക്കേണ്ട ടൈം? സക്കാത്തുൽ ബദൻ കൊടുക്കേണ്ട ടൈം എപ്പോഴാണ് അല്ലേ? റമദാൻ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചാലാണ് നമ്മളത് കൊടുക്കേണ്ടത് അല്ലേ? ഇപ്പോൾ നാളെ പെരുന്നാളാണ് എന്ന് ന്യൂസുകളിലൊക്കെ റിപ്പോർട്ട് വരുന്ന സമയത്ത് അല്ലേ, ന്യൂസുകളിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നാളെ പെരുന്നാളാണ്, ഈദ് മുബാറക്ക് എന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കർ കൊണ്ട് വാട്സപ്പൊക്കെ നടക്കുന്ന ടൈം. ആ ടൈമിൽ എന്താ സംഭവം? റമദാൻ കഴിഞ്ഞു, റമദാൻ സൂര്യൻ അസ്തമിച്ചു, ഇനി പെരുന്നാളാണ് പിറ്റേ ദിവസം. അപ്പോൾ പെരുന്നാളിൻ്റെ രാണ്. അപ്പോൾ റമദാൻ സൂര്യൻ അസ്തമിച്ചത് മുതൽ സൂര്യൻ അസ്തമിച്ചാലാണ് നമ്മൾ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്ന സക്കാത്ത് കൊടുക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. റമദാൻ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അസ്തമന ശേഷം മരണപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണ്ടേ? അസ്തമന ശേഷം മരണപ്പെട്ട ആളുകൾക്ക് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിരിക്കും. അസ്തമിക്കുന്ന സമയത്ത് ആൾ ജീവനോടുണ്ടെങ്കിൽ, അസ്തമിക്കുന്ന സമയത്ത് ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മളെന്താവണം? അവർക്ക് സക്കാത്ത് കൊടുക്കണം. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഇപ്പോൾ കൃത്യം 6 മണിക്കാണ് ബാങ്ക് എന്ന് കരുതിക്കോളൂ. 6 മണിക്കാണ് ബാങ്ക് എന്ന് കരുതിക്കോളൂ. അപ്പോൾ ഈ 6 മണിക്ക് ബാങ്ക് ആണെന്ന് കരുതിക്കോളൂ. ഓക്കെ, അപ്പോൾ ഈ 6 മണിക്ക് ഒരാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്താണോ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഞങ്ങളൊരു ഡൗട്ട് ആയിക്കട്ടെ. 6 മണിക്ക് ശേഷം ഇവിടെ ഒരു 6:30, 7 മണി, 8 മണിക്ക് ആയ സമയത്ത് ഒരു കുട്ടി ജനിച്ചു. ഇവിടെ ഒരു കുട്ടി ജനിച്ചു. സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? വേണം. എന്നാലിക്കും അസ്തമിക്കുന്ന സമയത്ത് ഈ കുട്ടി ഉണ്ടോ? ഈ കുട്ടി അസ്തമിക്കുന്ന സമയത്ത് ഉണ്ടോ? ഇല്ലേ? ഇല്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കണ്ട. ഓക്കെ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ 6 മണിൻ്റെ മുമ്പ് ഒരു കാക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കാക്കു 6 മണിക്ക് ശേഷം മരണപ്പെട്ടു. 6 മണിക്ക് ശേഷം മരണപ്പെട്ടു. ആ കാക്കുന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? വേണം. എന്താ കാരണം? ഈ കാക്കു 6 മണിക്ക് അസ്തമിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നോക്കൂ, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ശരിക്കും ശ്രദ്ധിച്ചോളൂ. കടം അവനും ആശ്രിതർക്കും ആവശ്യമായ വീട്, വസ്ത്രം, പെരുന്നാളിൻ്റെ പകലിലേക്കും ശേഷമുള്ള രാത്രിയിലേക്കും ആവശ്യമുള്ള ഭക്ഷണം എന്നിവ കഴിച്ച് ധനം മിച്ചമുള്ളവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണേ. എന്താ നമ്മൾ പറഞ്ഞേ? ആവശ്യമുള്ള വീട്, അതുപോലെ തന്നെ ഇതാണ് നമ്മൾ സക്കാത്ത് കൊടുക്കണം. കാക്കുന്ന് കരുതിക്കൊള്ളും. അവർക്ക് അവരുടെ ഭാര്യ, മക്കൾ, കുട്ടികൾ ഓർക്കൊക്കെ ഉള്ള വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ അല്ലേ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം, വസ്ത്രം എന്നിവ കഴിച്ച് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ 3 സാധനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് മാത്രമേ എന്താവുള്ളൂ? സക്കാത്ത് കൊടുത്താൽ മതി. ഓരോ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ എത്ര കൊടുക്കണം? നോക്കൂ, തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി 1 സോ വീതമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1 സോ വീതമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1 സോ പറഞ്ഞാൽ എത്രയാണ്? നോക്കൂ, 1 സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 1 സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ മുദ്ദുപാത്രങ്ങൾ ഉണ്ടെങ്കിൽ 4 മുദ്ദുപാത്രത്തിൽ അരിയാക്കി കൊടുത്താൽ പെർഫെക്റ്റ്, കൃത്യമായി അല്ലേ? നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചിലപ്പോൾ 3 കിലോ അരിയൊക്കെ കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യമുള്ളത്. മുദ്ദുപാത്രം ഉണ്ടെങ്കിൽ കൃത്യമാണ്. നമ്മൾ ഏത് അരിയാണെങ്കിലും ഏത് ഇനം അരിയാണെങ്കിലും 4 മുദ്ദുപാത്രം വെച്ചിട്ട് ഒരാൾക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഓരോരുത്തർക്ക് 4 മുദ്ദ് 1 സോ വീതം കൊടുക്കണം അല്ലേ? ഇൻഷാ അല്ലാഹ് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്താ കൊടുക്കുക?
ആ നാട്ടിലെ മുഖ്യ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ആ നാട്ടിലെ മുഖ്യ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണം ഏതാ? കമൻറ്റ് ചെയ്യും. ഏതാ? യെസ്, അരിയാണ് അല്ലേ. അരിയാണ് നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണം അല്ലെ. പെരുന്നാളൊക്കെ ആവുന്ന സമയത്ത്, പ്രത്യേകിച്ച് ചെറിയ പെരുന്നാളൊക്കെ ആവുന്ന സമയത്ത് ഉമ്മമാരൊക്കെ എന്താവും, കീശൊക്കെ ഒപ്പിച്ച് അതിൽ അല്ലേ അരിയൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങളോട് കൊണ്ടുപോകാനൊക്കെ പറയാറില്ലേ. അവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഉസ്താദിന് കൊണ്ടുപോയി കൊടുക്കുക, നമ്മൾ മറിയുമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കുക, ആയിച്ചാത്താക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറയാറില്ലേ, ഓർമ്മയില്ലേ? അതന്നെ സക്കാത്തുൽ ഫിത്തർ അല്ലേ. ഇനി എപ്പോൾ കൊടുക്കണം? നിങ്ങളോട് ഉമ്മ പറഞ്ഞു, എടാ സക്കാത്തുൽ ഫിത്തർ കൊണ്ടുപോയി കൊടുക്കുകയെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊന്ന് തിരിഞ്ഞോക്കാതെ ഗെയിം കളിച്ചിരുന്നു അല്ലേ. അങ്ങനെ ഗെയിം കളിച്ചിരിക്കാൻ പറ്റുമോ? ഗെയിം കളിച്ചിരുന്ന് പിറ്റേ ദിവസം രാവിലെ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അപ്പോഴും സക്കാത്തുൽ ഫിത്തർ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും കുറ്റം കിട്ടും. പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് അല്ലേ, പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ അല്ലേ, പ്രത്യേകിച്ച് ആ ദിവസത്തിനേക്കാൾ അല്ലേ മറ്റൊരു ദിവസത്തേക്കാക്കൽ ഹറാമാണ് അല്ലേ. അങ്ങനെ ഇരുന്ന് ആ ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായി എങ്കിൽ ഹറാമാണ് കേട്ടോ. ഹറാം. അപ്പോൾ ഒരു കാരണമില്ലാതെ ആ ദിവസത്തിനേക്കാൾ അടുത്ത ദിവസത്തിലേക്ക് പിന്തിക്കൽ, ലേറ്റ് ആക്കൽ എന്താണ്? ഹറാമാണ്. ഓക്കെ. അപ്പോൾ എപ്പോൾ കൊടുക്കണം? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. റെഡി അല്ലേ? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ് കൊടുക്കേണ്ടത്. ആ ദിവസത്തിനേക്കാൾ അടുത്ത ദിവസത്തേക്ക് പിന്തിക്കൽ എന്താണ്? ഹറാം. മറക്കരുതേ. ഓക്കെ. ഇനി അതിന് കുറച്ച് ഷർത്തുകളുണ്ട്. നോക്കണേ, ഷർത്തുകൾ നോക്കണേ. 2 ഷർത്തുകളാണുള്ളത്. ആകെ 2 ഷർത്തുള്ളൂ. ശരിക്കും ശ്രദ്ധിച്ചാൽ ആകെ 2 ഷർത്തുള്ളൂ. ഒന്നാമത്തെ ഷർത്ത് എന്താ? സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് കരുതണം. ഇത് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കും, ആഴ്ചത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിൽ നീയത്ത് വേണം, ഞാൻ എൻ്റെ ഇന്നാളെ പേരിലുള്ള സക്കാത്താണ് അല്ലേ. നീ ാണ് നമുക്ക് പറഞ്ഞാൽ നീക്കി വെക്കൂലേ. ആ നീക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നെയ്യത്ത് വേണം. 2 ഏതെങ്കിലും ഒരു സമയത്ത് നെയ്യത്ത് വേണം. അപ്പോൾ സക്കാത്തുൽ ഫിത്തറിൻ്റെ ആകെ 2 ഷർത്തുള്ളൂ. അതിൽ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നീക്കി വെക്കുന്ന സമയത്തോ എന്തുവാണ് മക്കളെ? എന്തുവാണ്? നീയത്ത് വെക്കണം. ഓക്കെ. ഒന്നാമത്തെ ഷർത്ത് അതാണ്. രണ്ടാമത്തെ ഷർത്ത് എന്താ നോക്കൂ. രണ്ടാമത്തെ ഷർത്ത് സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. ആർക്കെങ്കിലും കൊടുത്താൽ പോലെ. സക്കാത്തിൻ്റെ അവകാശികളുണ്ട് മക്കൾ. എത്ര സക്കാത്തിൻ്റെ അവകാശികളുണ്ട് നമുക്ക് നോക്കിയേക്കാം. ഇതാണ് നമ്മുടെ സക്കാത്തിൻ്റെ അവകാശികൾ. നോക്കൂ, ഒന്നാമത്തെ ആൾ ഫക്കീറുകൾ അല്ലേ. ഒന്നാമത്തെ ആൾ ഫക്കീറുകളാണ്. എന്താണ് ഫക്കീർ അല്ലേ? നമുക്ക് പഠിക്കാണ്ട്. പിന്നെ മിസ്കീനുകൾ, പിന്നെ സക്കാത്തിൻ്റെ പ്രവർത്തകർ അല്ലേ. എന്താണ് ഫക്കീർ, എന്താണ് മിസ്കീൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ സക്കാത്തിൻ്റെ പ്രവർത്തകരായ ആളുകൾ, അതുപോലെ തന്നെ നവമുസ്ലിങ്ങളായ ആളുകൾ, അതുപോലെ തന്നെ അടിമത്തമോചനം കരാർ ചെയ്ത ആളുകൾ, കടമുള്ളവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൈന്യവുമായി യുദ്ധം ചെയ്തവർ, മുസാഫിറുകൾ, യാത്രക്കാർ അല്ലേ. സിമ്പിളാട്ടോ. പൊതുപരീക്ഷ നോക്കിക്കോ. സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരെന്ത്? സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരെന്ത്? സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരെന്താ? സക്കാത്തുൽ ബദൻ. വെരി ഗുഡ്. സക്കാത്തുൽ ബദൻ. 23 വന്ന ചോദ്യമാണ്. സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേരെന്ത്? സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരെന്താ? സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേരെന്താ? സക്കാത്തുൽ ഫിത്തൂർ. സുഖമാണ്. സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തൊക്കെ? സക്കാത്തിൽ കൊടുക്കുന്ന ഷർത്തുകൾ ഒന്നും നമ്മൾ പഠിച്ച് ആർക്ക് കൊടുക്കണം അല്ലേ. അതിന് മുമ്പ് പഠിച്ചു സക്കാത്ത് നീക്കി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്തോ നീയത്ത് കരുതണം. 1. രണ്ടാമത്തെ ഷർത്ത് എന്താ? സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. അങ്ങനെ 2 ഷർത്തുകൾ. 1 നീയത്ത് കരുതുക, പിന്നെ സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ചോദ്യം എന്താ വന്നപ്പോൾ നോക്കൂ നിങ്ങൾ. സക്കാത്തുൽ ഫിത്തർ വാജിബാകുന്ന ടൈം എപ്പോഴാണ്? സക്കാത്തുൽ ഫിത്തർ കൊടുക്കുന്ന ടൈമല്ല, വാജിബാകുന്ന ടൈം എപ്പോഴാണ്? സക്കാത്തുൽ ഫിത്തർ വാജിബാകുന്ന സമയം എപ്പോഴാണ്? റമളാൻ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ. സൂര്യൻ അസ്തമിച്ചാലാണ് നമ്മളെന്താവുക? സക്കാത്തുൽ ഫിത്തർ വാജിബാകുന്ന ടൈം. ഓക്കെ. നമുക്ക് കൊടുക്കില്ല, റമളാൻ ആദ്യം മുതൽ തന്നെ കൊടുക്കാം. പക്ഷേ വാജിബാകുന്ന ടൈം എപ്പോഴാണ്? റമളാൻ
അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാണ്. റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാണ്. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം? വീണ്ടും വന്നിട്ടുണ്ട് ആ ചോദ്യം. നമ്മൾ പറഞ്ഞ നിയ്യത്ത് വെക്കുക, അവകാശികൾക്ക് കൊടുക്കുക. ഇത് രണ്ടും പഠിച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. അടുത്ത ചോദ്യം വളരെ ആവർത്തിച്ച് വന്ന ചോദ്യമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരെന്താ? സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരെന്താ? സക്കാത്തുൽ ബദൻ അല്ലേ? വളരെ സുഖം, സക്കാത്തുൽ ബദനാണ്. ഇനി അടുത്തത് ഹുക്കുമെയ്താൻ. ഹുക്കുമെയ്താനാണ് മക്കളെ. ഹുക്കും എന്ന് പറയുന്നത് സുന്നത്താണോ ഹറാമാണോ വാജിബാണോ എന്ന് എഴുതാൻ. സക്കാത്തുൽ ബദന് കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തൊട്ട് പിന്തിക്കൽ. ഞാൻ പറഞ്ഞില്ലേ, ഗെയിമൊക്കെ കളിച്ച് വെറുതെ ഇങ്ങനെ ഫോണുമ്പോൾ കളിച്ച് ഇമ്മ പറഞ്ഞ് കേൾക്കാതെ ഇങ്ങനെ പെരുന്നാൾ ദിവസം കഴിഞ്ഞു. എന്നാൽ എൻ്റെ വിധി എന്താ? ഒരു കാരണമില്ലാതെ ഹറാം അല്ലേ? വിധി ഹറാം. നമ്മൾ പഠിച്ചു, ഹറാമാണ്. ലാസ്റ്റ് ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, 2025 വന്ന ചോദ്യം എന്താ നോക്കിക്കൊള്ളോ. സക്കാത്തുൽ ഫിത്തർ വാജിബാകും എപ്പോൾ? സക്കാത്തുൽ ഫിത്തർ എപ്പോഴാണ് വാജിബാകാം? എപ്പോഴാണ് വാജിബ്? ടൈം റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ഫിത്തർ. പിന്നെ എപ്പോഴാണ് കൊടുക്കുന്ന ടൈം, വാജിബാകുന്ന ടൈം എപ്പോഴാണ്? റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ. പിന്നെ ശ്രദ്ധിക്കണേ, അസ്തമിന് ശേഷം മരണപ്പെട്ടവർക്ക് കൊടുക്കണം. കാരണം അസ്തമിക്കുന്ന സമയത്ത് അവിടെ ജീവനോടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ ശേഷം ജനിച്ചവർക്ക് കൊടുക്കേണ്ടതില്ല. കാരണം ശേഷം ജനിച്ച ആൾക്കാർ അസ്തമിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ലല്ലോ. പിന്നെ ആരാണ് കൊടുക്കേണ്ടത്? കടം അവനും ആശ്രിതർക്കും ആവശ്യമായ വീട് അല്ലേ? വീട്, അതുപോലെ തന്നെ ഭക്ഷണം, വസ്ത്രം എന്നിവ കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ പകലിലേക്കും ശേഷമുള്ള രാത്രിയിലേക്കും ആവശ്യമുള്ള ഭക്ഷണം എന്നിവ കഴിച്ച് ധനം മിച്ചമുള്ളവർ മാത്രമാണ് കൊടുക്കേണ്ടത്. പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത്? തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും അല്ലേ? എത്ര കൊടുക്കേണ്ടത്? 1 സോ ആണ് കൊടുക്കേണ്ടത്. തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും. അതാണ് അതിൻ്റെ ഉത്തരം. 1 സോ ആണ് കൊടുക്കേണ്ടത്. 1 സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ് നമ്മൾ പഠിച്ചു അല്ലേ? എന്താ കൊടുക്കേണ്ടത്? ആ നാട്ടിലെ മുഖ്യ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു എപ്പോൾ കൊടുക്കണം? പെരുന്നാൾ ദിവസത്തിന് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. ഒരു കാരണം കൂടാതെ ദിവസത്തൊട്ട് പിന്തിക്കൽ ഹറാമാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ശ്രദ്ധിക്കണേ, ഷർത്തുകൾ എന്തൊക്കെയാണ്? സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ നീക്കി വെക്കുന്ന സമയത്തോ നെയ്യത്ത് കരുതുക. സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക. ഈ 2 ഷർത്താണുള്ളത് നമ്മൾ പഠിച്ചു. സക്കാത്തിൻ്റെ അവകാശികൾ ഈ പറയുന്ന 8 അവകാശികളാണ്. 8 അവകാശികളെയും പറ്റി നമ്മൾ പഠിച്ചു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ, വീണ്ടും കാണാം. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോ ചെയ്യും. ഓക്കെ, കമൻറ്റ് ചെയ്ത് ആ പാഠം അടിപൊളിയായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താൽക്കാലികമായിട്ട് പിരിയുന്നു. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.